നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 1969 ക്യൂൻസ് ഇന്ത്യനിൽ നടന്ന ഒരു ഗെയിം പരിചയപ്പെടാം. D4 വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് E5 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്നു. നൈറ്റ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് E4 D5 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. C4 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റ് ഏറ്റെടുക്കുന്നു. E6 ബ്ലാക്ക് E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ C4 എന്ന നീക്കത്തെ ഡിഫെൻസ് ചെയ്യുന്നു. നൈറ്റ് F3 ഈ പൊസിഷനിൽ E5 എന്ന സ്ക്വയർ വീക്കാവാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നൈറ്റ് F3 എന്ന നീക്കം വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നത്. കാരണം ബ്ലാക്ക് D5 എന്ന നീക്കം നടത്തുമെന്നാണ് വൈറ്റ് പ്രതീക്ഷിക്കുന്നത്. പോൺ B6 വൈറ്റിൻ്റെ C5 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ BB7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള ലൈറ്റ് ഡയഗൺ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് ബ്ലാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. A3 ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് BB4 എന്ന നീക്കം നടത്തുകയും കിങ്ങിന് ഒരു ചെക്ക് നൽകുവാൻ ഉള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ടതുകൊണ്ടാണ് A3 എന്ന നീക്കം നടത്തുന്നത്. ബിഷപ്പ് B7 നൈറ്റ് C3 D5 എന്ന സ്ക്വയറിലേക്ക് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺട്രോൾ കൂടി കൊണ്ടുവരുന്നു. പോൺ D5 പോൺ E3 ബ്ലാക്കിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് D ക്രോസ് C4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ എക്സ്ചേഞ്ച് ചെയ്യാം എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് D7 C ക്രോസ് D5 E ക്രോസ് D5 ബ്ലാക്ക് E ക്രോസ് D5 എന്ന നീക്കം നടത്തുമ്പോൾ B7 ഇരിക്കുന്ന ബിഷപ്പിൻ്റെ മുൻപിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതുതന്നെയായിരുന്നു വൈറ്റിൻ്റെ ലക്ഷ്യവും. ബിഷപ്പ് E2 ബിഷപ്പ് D6 വൈറ്റിൻ്റെ BE2 എന്ന നീക്കത്തിന് പകരം BD3 എന്ന നീക്കം നടത്താമായിരുന്നു. അല്ലെങ്കിൽ ബിഷപ്പ് നീക്കം നടത്തുന്നതിന് പകരം B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് C5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റിന് ഏറ്റെടുക്കുവാൻ സാധിക്കുമായിരുന്നു. B4 നൈറ്റ് B5 എന്ന നീക്കം നടത്തി ബിഷപ്പിനെ ആക്രമിക്കാമായിരുന്നു. ബ്ലാക്ക് ക്യാസ്ലിംഗ് വൈറ്റ് ക്യാസ്ലിംഗ് പോൺ A6 വൈറ്റിൻ്റെ NB5 എന്ന നീക്കം A6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. QB3 ഇപ്പോൾ QB3 എന്ന നീക്കത്തേക്കാൾ കുറച്ചുകൂടി നല്ലതായി തോന്നുന്നത് ക്യൂൻ C2 എന്ന നീക്കമായിരുന്നു. ക്യൂൻ E7 ഇപ്പോൾ ചെസ് ബോർഡിൽ E4 എന്ന സ്ക്വയർ വൈറ്റിൻ്റെ പോണുകൾ കൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് QE7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ആ സ്ക്വയറിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. റൂക്ക് B1 വൈറ്റ് ക്യൂൻ സൈഡിൽ ഒരു ആക്രമണം പ്ലാൻ ചെയ്യുന്നു. നൈറ്റ് E4 പോൺ A4 നൈറ്റ് F6 B5 ചെസ് ബോർഡിൽ ബ്ലാക്കിൻ്റെ നൈറ്റിന് മധ്യഭാഗത്തുള്ള ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാനുള്ള അവസരം ലഭിക്കുകയും ക്യൂനും നൈറ്റും ഉപയോഗിച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. നൈറ്റ് E4 എന്ന നീക്കം വൈറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നൈറ്റ് ക്രോസ് C3 ക്യൂൻ ക്രോസ് C3 നൈറ്റ് E4 ക്യൂൻ C2 ഇപ്പോൾ ക്യൂൻ C2 എന്ന നീക്കം നടത്തുന്നതിൻ്റെ ലക്ഷ്യം നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിന് വളരെ പെട്ടെന്ന് ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിവാക്കുകയായിരുന്നു. RFC8 QB2 C5 ഓപ്പൺ ആവുകയാണെങ്കിൽ നൈറ്റോ റൂക്കോ C3 എന്ന സ്ക്വയറിലേക്ക് വരുവാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണ് ബിഷപ്പ് B2 എന്ന നീക്കം നടത്തുന്നത്. C6 B ക്രോസ് C6 ബിഷപ്പ് ക്രോസ് C6 ക്യൂൻ B3 ക്യൂൻ D7 ക്യൂനും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് A4 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് A1 വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് A4 പോണിന് ഒരു സപ്പോർട്ട് നൽകുന്നതിന് നിർബന്ധിതമാകുന്നു. പോൺ B5 ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് വൈറ്റ് A ക്രോസ് B5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും എന്നുള്ളതാണ്. പോൺ A5 ബിഷപ്പ് B7 ബിഷപ്പ് റൂക്കിൻ്റെ മുൻപിൽ നിന്ന് മറ്റൊരു കളത്തിലേക്ക് നീക്കം നടത്തി റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ ലഭിക്കുവാനുള്ള അവസരം നൽകുന്നു. നൈറ്റ് E5 നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് B ക്രോസ് E5 D ക്രോസ് E5 നൈറ്റ് D2 എന്ന നീക്കം നടത്തുമ്പോൾ F1 ഇരിക്കുന്ന
റൂക്കിനും B3യിൽ ഇരിക്കുന്ന ക്യൂനിനും ഒരു ഫോർക്കാണ് നൽകുവാൻ സാധിക്കുന്നത്. എന്നാൽ വൈറ്റിന് QB4 എന്ന നീക്കം നടത്തി ക്യൂനിനെ സംരക്ഷിക്കുകയും അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് G4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെയും റൂക്കിനെയും ആക്രമിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ക്യൂൻ D7 ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂൻ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. റൂക്ക് D1 നൈറ്റ് D2 എന്ന നീക്കത്തെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്നു. ക്യൂൻ H4 ക്യൂനും നൈറ്റും ഉപയോഗിച്ചുകൊണ്ട് F2വിൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. G3 എന്ന നീക്കം നടത്തുമ്പോൾ F2വിൽ ഇരിക്കുന്ന പോൺ സംരക്ഷിക്കപ്പെടുകയും H4ൽ ഇരിക്കുന്ന ക്യൂനിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുവാൻ സാധിക്കുന്നു. ക്യൂ E7 F3 പോൺ F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് E4ൽ ഇരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് G4 ബ്ലാക്കിൻ്റെ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണിത്. H4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. നൈറ്റ് E6 F4 പോൺ ഉപയോഗിച്ചുകൊണ്ട് F4 എന്ന നീക്കം നടത്തുന്നതിൻ്റെ ലക്ഷ്യം അടുത്ത നീക്കം ലഭിക്കുകയാണെങ്കിൽ F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കാം എന്നാണ്. F6 ബ്ലാക്ക് F6 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റിന് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. നൈറ്റ് F3 നൈറ്റ് D8 കിങ് F2 ഇപ്പോൾ വൈറ്റിൻ്റെ H3 എന്ന സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ഡയഗൺ വളരെ മോശം ഡയഗണായിട്ടാണ് കാണപ്പെടുന്നത്. നൈറ്റ് F7 നൈറ്റ് D2 റൂക്ക് C4 ബ്ലാക്കിൻ്റെ റൂക്ക് C4 എന്ന നീക്കം വളരെ തന്ത്രപരമായൊരു നീക്കമാണ്. കാരണം നൈറ്റോ ബിഷപ്പോ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുവാൻ ശ്രമിച്ചാൽ D5വിൽ ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് D×C4 എന്ന നീക്കം നടത്തുമ്പോൾ ക്യൂനിന് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. എന്നാൽ B7ൽ ഡെഡായിരിക്കുന്ന ബിഷപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവാക്കാൻ കഴിയുമെന്നാണ് റൂക്ക് C4 എന്ന നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്യൂൻ D3 ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുക എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. റൂക്ക് E8 ബിഷപ്പ് F3 ബിഷപ്പ് B4 ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കാം എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. ബിഷപ്പ് A3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ആ പ്ലാൻ തകർക്കുന്നു. ബിഷപ്പ് ക്രോസ് A3 റൂക്ക് ക്രോസ് A3 നൈറ്റ് D6 റൂക്ക് E1 പോൺ F5 റൂക്ക് A1 റൂക്ക് A2 എന്ന നീക്കം നടത്തുകയായിരുന്നു കുറച്ചുകൂടി നല്ല നീക്കം. നൈറ്റ് E4 ബിഷപ്പ് ക്രോസ് E4 F ക്രോസ് E4 പോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് വൈറ്റിലെ ക്യൂനിന് പോൺ കൊണ്ട് ഒരു ആക്രമണം നൽകുവാൻ സാധിക്കുന്നു. ക്യൂൻ B1 ക്യൂ D7 വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്താം എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് ഉപയോഗിച്ച് പോൺ സ്ട്രക്ചർ നശിപ്പിക്കുന്ന സമയത്ത് ബ്ലാക്കിന് ലഭിച്ച വളരെ നല്ലൊരു ഡയഗണായിരുന്നു H3 കൺട്രോൾ ചെയ്യുന്ന ഡയഗൺ. അതിനി ബ്ലാക്ക് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. റൂക്ക് A2 റൂക്ക് C8 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ റൂക്കുകൾ ഓപ്പൺ ഫയലിൽ ഡബിൾ ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ആ ഒരു നീക്കം വൈറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നൈറ്റ് ക്രോസ് C4 D×C4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിന് വളരെ സുന്ദരമായ കണക്റ്റഡ് പാസ്റ്റ് പോണുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. മാത്രമല്ല ബിഷപ്പും റൂക്കും ക്യൂനും ഉപയോഗിച്ച് ആ പോണുകളെ സംരക്ഷിക്കുവാനും സാധിക്കും. പോൺ D5 ബിഷപ്പ് ക്രോസ് D5 റൂക്ക് D1 ബിഷപ്പിനെ പിൻ ചെയ്ത് വെക്കുന്നതിന് ബ്ലാക്കിന് സാധിക്കും. എന്നാൽ ബ്ലാക്കിൻ്റെ വളരെ രസകരമായ ഒരു നീക്കമാണ് അടുത്തത് വരുന്നത്. ആ ഒരു നീക്കത്തോടു കൂടി D5 എന്ന നീക്കവും RD1 എന്ന നീക്കവും എത്രമാത്രം മോശം നീക്കമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. C3 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിന് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് ഉണ്ടാവുകയും തുടർന്ന് സപ്പോർട്ടോടെ C3യിലിരിക്കുന്ന പോണിനെ C2 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ക്യൂനിനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടി ബ്ലാക്കിന് ലഭിക്കുന്നു. റൂക്ക് C2 ബ്ലാക്കിൻ്റെ C2 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൻ
H3 വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ മനോഹരമായ ഒരു അറ്റാക്ക് നൽകുന്നതിന് ക്യൂവിന് സാധിക്കും. ഇപ്പോൾ റൂക്ക് ക്രോസ് D5 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ QH2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് നൽകുകയും കിങ് ഫസ്റ്റ് റാങ്കിലേക്ക് നീക്കം നടത്തേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ QH1 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ ഒരു സ്ക്യൂവർത്തിലൂടെ ക്യൂവിന് നഷ്ടപ്പെടും. അതുകൊണ്ട് റൂക്ക് G1 QG4 F3 എന്ന സ്ക്വയർ ലക്ഷ്യം വെച്ചാണ് QG4 എന്ന നീക്കം നടത്തുന്നത്. കിങ് G1 വൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ അപകടകാരിയായ ക്യൂനിൻ്റെ അടുത്തു നിന്നും കിങ്ങിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. QF3 പ്ലസ് കിങ് H2 Q ക്രോസ് E3. ഇപ്പോൾ ബ്ലാക്ക് വളരെ നല്ല ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോൺ F5 ക്യൂൻ C4. ഇനി ഈ പൊസിഷനിൽ ചെയ്യേണ്ടത് മറ്റാക്രമണത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ബ്ലാക്കിൻ്റെ പാസ്റ്റ് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ പൊസിഷൻ വളരെ മോശമാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളത് അറിയാവുന്ന ബ്ലാക്ക് B4 എന്ന നീക്കം നടത്തുവാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. B4 എന്ന നീക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ക്യൂൻ C5 എന്ന നീക്കം നടത്തിയിട്ടുള്ളത്. റൂക്ക് F1 B4 പോൺ F6 B3. ബിഷപ്പിൻ്റെ സംരക്ഷണത്തോടെ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് C2 ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് CF2 C2. ബ്ലാക്ക് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ C1 E3 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റ് ബിഷപ്പിന് വളരെ മനോഹരമായ ഒരു ഡയഗൺ സ്വന്തമാക്കുവാൻ സാധിക്കുകയും റൂക്കിനെ ആക്രമിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. F7 പ്ലസ് KF8 റൂക്ക് F5 B2 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. കാരണം C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ക്യൂനിനെ വാഴിച്ചെടുക്കുവാൻ സാധിക്കും. ക്യൂൻ ക്രോസ് B2 C1 സമം ക്യൂൻ ക്രോസ് G7 പ്ലസ് മറ്റു നീക്കങ്ങളൊന്നും തന്നെ നടത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. K ക്രോസ് G7 റൂക്ക് G5 പ്ലസ് KF8. ഈ പൊസിഷനിൽ വൈറ്റ് റിസൈൻ ചെയ്യുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.